ശ്രീ AVS നമ്പൂതിരി, ഇന്നലെ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? ഇപ്പോൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. അവർ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും അധികം ഒരു ക്രൗഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞൊഴിയാൻ കഴിയുമോ? അത് കഴിയില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞു. അങ്ങനെ പറയാൻ കഴിയില്ല. സ്റ്റാമ്പീഡ് എപ്പോഴും അൺഎക്സ്പെക്റ്റഡ് ആണ്. ആരും ഒരു സ്റ്റാമ്പീഡിന് വേണ്ടി കണക്ക് കൂട്ടുന്നില്ല. ഈ സ്റ്റാമ്പീഡ് നടക്കുന്നതിന് 2 മണിക്ക് മുമ്പ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ അടുത്തുകൂടി ഞാൻ പോയിരുന്നു. വലിയ തിരക്ക് അവിടെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ തോന്നിയിരുന്നു. ഞാൻ 2 മണി സമയത്ത് സ്റ്റേഡിയത്തിന്റെ അടുത്തുകൂടി പോകുന്നുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ കൂടുതൽ ആൾക്കാർ അവിടെ നിൽക്കുന്നത് കാണുകയും ചെയ്തിരുന്നു. പക്ഷെ അതിനുശേഷം വീണ്ടും 2 മണിക്കൂറുണ്ട് ഈ ഫംഗ്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട്. സാധാരണ വലിയ മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയം പരിസരം ജനബാഹുല്യത്താൽ നിറയുന്നത് നമ്മൾ നേരത്തെ നിരവധി തവണ കണ്ടിട്ടുണ്ട്. അങ്ങും അവിടെ കളിയൊക്കെ റിപ്പോർട്ട് ചെയ്യാനും കാണാനും ഒക്കെ പോയിട്ടുമുണ്ടാകും. അതിനേക്കാൾ വലിയ ക്രൗഡായിരുന്നു ഈ 2 മണിക്കൂർ മുന്നേ അവിടെ ഉണ്ടായിരുന്നത്. സാധാരണയിൽ കവിഞ്ഞ അപ്രതീക്ഷിതമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുന്നുവെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക്, ഈ സുരക്ഷാ ചുമതലയുള്ള ആളുകൾക്ക് വേഗത്തിൽ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാകുമല്ലോ. അങ്ങനെ തോന്നിയിരുന്നോ ഇതുവഴി കടന്നു പോകുമ്പോൾ? ആ സമയത്ത് മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു വളരെ ഡൈനാമിക് ആയിട്ടുള്ള ക്രൗഡ് മാനേജ്മെന്റ് സിസ്റ്റമാണ് വേണ്ടത്. അവിടെ ഇന്റലിജൻസിന്റെ ആൾക്കാർ തന്നെ ഉണ്ടാവണം. ആൾക്കാർ വരുന്നതനുസരിച്ച് ഇത്ര ആൾക്കാർ വരുന്നുണ്ടെന്ന് അപ്പോൾ അധികാരികളെ അറിയിക്കാനുള്ള ഏർപ്പാടുണ്ടായിരിക്കണം. അതൊന്നും അവിടെ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രവുമല്ല, നഗരത്തിൽ ഇന്നലെ പകൽ മുഴുവൻ ആഘോഷമായിരുന്നു. പല സ്ഥലങ്ങളിൽ ഇന്ദിരാ ക്യാന്റീനുകളിൽ മുഴുവൻ ഫ്രീ ഭക്ഷണം. അതുപോലെ പല സ്ഥലങ്ങളിലും ഇവിടുത്തെ ബാംഗ്ലൂരിൽ ഒരു രീതിയാണത്. ഇങ്ങനെ ഒരു ആഘോഷം ഉണ്ടായാൽ ഇവിടെയൊക്കെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കും. അങ്ങനെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുത്താൽ ആൾക്കാർ മുഴുവൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് വരികയായിരുന്നു. അതെല്ലാം ഗവൺമെന്റ് കണക്കിലെടുക്കുകയും. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് DK ശിവകുമാറിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ച് ഇങ്ങനെ ഖേദം പ്രകടിപ്പിക്കുന്നിടത്ത് കാര്യങ്ങൾ തീരില്ല. അങ്ങ് ആദ്യം പറഞ്ഞൊരു വരിയുണ്ടല്ലോ, ഇത്തരം ദുരന്തങ്ങൾ അത് പ്രതീക്ഷിക്കുന്ന ദുരന്തങ്ങളല്ലല്ലോ. അങ്ങനെ പ്രതീക്ഷിക്കുമ്പോഴല്ലല്ലോ ഈ ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ആ പോയിന്റിൽ എത്രത്തോളം കാര്യക്ഷമമായ അന്വേഷണവും നടപടിയും ഇനി ഉണ്ടാകും എന്നതാണ് ഇന്നത്തെ ഈ അപകടത്തിന്റെ പിറ്റേ ദിവസം അടുത്തൊരു അന്തരീക്ഷം. എത്രത്തോളം അന്വേഷണം എത്രത്തോളം ഉണ്ടാവും, അത് എത്രത്തോളം ആൾക്കാർക്ക് ശരിയായ ഒരു റെസ്പോൺസിബിലിറ്റി എവിടെയൊക്കെ ഫിക്സ് ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മജിസ്ട്രേറ്റിയൽ എൻക്വയറിയാണ്. അത് ഗവൺമെന്റ് പറയുന്ന പോലെ തന്നെ നടക്കുകയുള്ളൂ എൻക്വയറി. പക്ഷേ പ്രധാനമായിട്ടും ഉണ്ടായ കാര്യങ്ങൾ കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. തീർച്ചയായും ഏകോപനം ഉണ്ടായില്ല. അത് വളരെ കൃത്യമാണ്. ആ ദൃശ്യങ്ങളിൽ പോലും അത് കൃത്യമായി തന്നെ മനസ്സിലാകുന്നുണ്ട്. ഏകോപനത്തിൽ പാളിച്ചയുണ്ട്, സംഘാടനത്തിൽ പാളിച്ചയുണ്ട്, അതോടൊപ്പം തന്നെ പോലീസിന്റെ വിന്യാസത്തിലും പാളിച്ചയുണ്ട്. കാരണം 5000 പേരെ കൊണ്ട് 3 ലക്ഷം ആളുകളെ നിയന്ത്രിക്കുക അത് അസാധ്യമായ കാര്യമാണ്. ആ നമ്പർ ഒരു തരത്തിലും അത് ഈക്വലൈസ് ചെയ്യാൻ കഴിയാത്ത നമ്പറാണ്. അതിലും വലിയൊരു ഗൗരവം എന്നത് ഈ വിധാനസൗധയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ നടക്കുന്ന സ്വീകരണ പരിപാടി, ഒരു ഉൾപ്പെടെ പങ്കെടുക്കുന്ന സ്വീകരണ പരിപാടി നടക്കുമ്പോഴാണ് അവിടെ വലിയ ദുരന്തമുണ്ടാകുന്നത്. അതിനുശേഷവും പരിപാടിയുമായി മുന്നോട്ട് പോയി. അതിനുശേഷവും ഈ ആഘോഷം തുടരുകയായിരുന്നു. ഒരു ദുരന്തം ഉണ്ടായതിനു ശേഷവും ആഘോഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തതയും വിശദീകരണവും ഒക്കെ ആവശ്യമായി വരികയാണ്. ഇതൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിന്റെ ഗൗരവം എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന ചോദ്യമൊക്കെയുണ്ട്. ഈ ദുരന്തത്തിന്റെ പിറ്റേ ദിവസം ഈ വിഷയം നമ്മൾ വിശദമായി ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഏതായാലും സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ സർക്കാരിന്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്.